നമസ്കാരം. പാലക്കാട് രാഹുൽ മങ്കൂട്ടത്തിലിന്റെ വലിയ ലീഡിൽ ഇപ്പോൾ UDF നേതൃത്വവും UDF ക്യാമ്പും ഒക്കെ വലിയ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയാണ്. അവിടെയും താരമായിരിക്കുന്നത് ഒരു പെട്ടിയാണ്. പെട്ടി വിവാദം എന്തായാലും രാഹുലിന്റെ ഭൂരിപക്ഷം കൂട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പാലക്കാട് രാഹുൽ മുന്നിലെത്തിയതോടുകൂടി UDF ക്യാമ്പിൽ ആഹ്ലാദവും ആഘോഷവും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. ട്രോളി ബാഗുമായിട്ടാണ് പ്രവർത്തകർ അവിടെ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നത്. ബാഗ് തലയിലേറ്റിയും വലിച്ചും പ്രവർത്തകർ റോഡിലിറങ്ങി ആഹ്ലാദ പ്രകടനങ്ങൾ കാണിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളും സമൂഹ മാധ്യമങ്ങളിലൂടെ രാഹുലിന്റെ വിജയം ഉറപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തി തുടങ്ങിയിരിക്കുന്നു. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു കണക്ക് നമ്മൾ അറിയാൻ ഇരിക്കുന്നത്. ഫേസ്ബുക്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആശംസകളുമായിട്ട് ഷാഫി പറമ്പിൽ പങ്കുവച്ചിരിക്കുന്നു. VT ബൽറാം പോസ്റ്റ് എഴുതിയിരിക്കുന്നു. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ബാഗിൽ പണം കടത്തി എന്ന ആരോപണം രാഹുലിനെതിരെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ക്യാമ്പിനെ പ്രതിരോധത്തിലാക്കിയ ഒരു ആരോപണമായിരുന്നു അത്. എന്നാൽ ആ ആരോപണങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് BJPയുടെ അടിവേരിളക്കിക്കൊണ്ട് പാലക്കാട് പല ബൂത്തുകളിലും വലിയ രീതിയിൽ വോട്ട് നേടിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. BJPയുടെ വോട്ട് പാലക്കാട് UDFിലേക്കും അതുപോലെ LDFിലേക്കും ചോർന്നിരിക്കുന്നു എന്ന ഒരു പ്രാഥമിക അനുമാനത്തിൽ നമുക്ക് എത്താൻ കഴിയും. വ്യക്തമായ കണക്കുകൾ ഇനിയും നമുക്ക് ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും പോസ്റ്റൽ വോട്ടുകളിലും ആദ്യം എണ്ണിയ നഗരസഭാ മേഖലയിലും ഒക്കെ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പിന്നിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ വളരെ നേരിയ വോട്ടുകൾക്ക് മാത്രം BJP സ്ഥാനാർത്ഥി മുന്നിലെത്തിയിരുന്നു. പക്ഷേ പോസ്റ്റൽ വോട്ടിലും നഗരസഭയുടെ പല കേന്ദ്രങ്ങളിൽ ഉണ്ടായ ബൂത്തുകളിൽ എണ്ണിയ വോട്ടിലുമൊക്കെ അവിടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്ന കാഴ്ചയാണ്. BJPയുടെ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു. സന്ദീപ് വാര്യർ അടക്കം ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. K സുരേന്ദ്രനെതിരെയും കൃഷ്ണകുമാറിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം അവിടെ പ്രതികരണം നടത്തിയിട്ടുള്ളത്. സന്ദീപ് വാര്യരെ BJPയിൽ നിന്ന് UDF ക്യാമ്പിൽ എത്തിച്ചത് UDFിന്റെ ഒക്കെ വലിയ നേട്ടമായി അവർ കാണിച്ചിരുന്നു. എന്തായാലും സന്ദീപ് വാര്യർ എത്തിയത് ഒട്ടും BJPക്ക് കുറച്ചിലായില്ല. അതൊരു നേട്ടമായി തന്നെ പാലക്കാട് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് കണക്കുകൂട്ടാം.